ചെങ്കല്ല് പാകിയ ക്ഷേത്ര തിരുമുറ്റങ്ങളിലും വീടുകളുടെ അകത്തളങ്ങളിലും വരാന്തകളിലുമെല്ലാം പ്രകാശന്റെ കരവിരുത് കാണാം. 25 വർഷങ്ങൾക്കപ്പുറം കയ്യൊളിയും മഴവുമായി ചെങ്കൽ നിർമ്മാണ മേഖലയിലേക്ക് കടന്നുവന്ന ചെറുവത്തൂർ തുരുത്തിയിലെ പ്രകാശൻ ചെങ്കല്ലിൽ മനോഹരങ്ങളായ തൂണുകളും പൂക്കളങ്ങളും തീർത്ത് പഴയകാല നിർമ്മാണ രീതിയിലൂടെ ആയിരങ്ങളെ ആകർഷിക്കുകയാണ്. ചീമേനിയിൽ നിർമ്മാണം നടന്നു വരുന്ന വീടിന് 20 ചെങ്കൽ തൂണുകൾ പൂർത്തിയാക്കുന്നതിന്റെ തിരക്കിലാണ് പ്രകാശൻ. ചീമേനി കനിയന്തോൽ എന്ന സ്ഥലത്തുള്ള ഒരു സൈറ്റാണിത്. ഇവർ ഈ ഒരു പഴയ മോഡൽ 4 മോഡൽ ഒരു വീട് വേണമെന്നുള്ള രീതിയിൽ അതിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി. അപ്പം ഇങ്ങനെ ഇതുപോലത്തെ തൂണുകൾ വേണമെന്നിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് കൂടാണ്ട് ഈ കളത്തിൻ്റെ വർക്കും കൂടി പിന്നെ നമ്മൾ ഏൽപ്പിച്ചു. അതും ഇതിപ്പം വേറെ പുതിയൊരു മോഡലിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാഞ്ഞങ്ങാട് മടിയങ്കൂലം ക്ഷേത്രത്തിന്റെ തിരുമുറ്റം ചെങ്കല്ലുപാകി പ്രൗഢി കൂട്ടിയതിൽ പ്രകാശന്റെ കരവിരുത് പ്രകടമാണ്. 9 മാസം നീണ്ട പ്രവൃത്തിയിലൂടെയാണ് മടിയങ്കൂലത്ത് ആകർഷകമായ തിരുമുറ്റം പൂർത്തിയാക്കിയത്. മടിയങ്കൂലത്ത് ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ UAE കമ്മിറ്റി അവിടെ ക്ഷേത്ര തിരുമുറ്റം കല്ല് പാവാൻ വേണ്ടിയിട്ട് എന്നെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ സ്ഥലം പോയപ്പം വലിയൊരു ഏരിയ ആണ്. അപ്പം അവിടെ ഒരു ഭയങ്കര റിസ്ക്കുള്ള ഒരു സ്ഥലം. ഞാൻ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൃത്യമായിട്ടില്ലെങ്കിൽ കല്ല് വഴുക്കുണ്ടാവും. അപ്പം അവിടെ നിന്ന് കുറേ ആൾ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ പണി ഏറ്റെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ധൈര്യപൂർവ്വം പണി ഏറ്റെടുക്കുകയും ശരിക്കും ഞാൻ കൊറോണ കാലഘട്ടത്തിലാണ് വർക്ക് നടക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 6 മാസം കൊണ്ട് തീർക്കാനാണ്. പക്ഷേ കൊറോണയും മറ്റേ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അതൊരു 9 മാസത്തോളം ആ വർക്ക് നീണ്ടുപോയി. എന്നാൽ ആ പണി അവർ പറഞ്ഞ ലാസ്റ്റ് അവർ സമർപ്പണത്തിൻ്റെ ഡേറ്റിന് മുമ്പ് തന്നെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 18,000-ലധികം കല്ല് ആ വർക്കിന് വേണ്ടി വന്നിട്ടുണ്ട്. ക്ഷമയും ജാഗ്രതയും പരിചയസമ്പത്തും ഈ മേഖലയ്ക്ക് അത്യാവശ്യമായതിനാൽ പുതുതലമുറ കടന്നു വരുന്നത് കുറവെന്ന് പ്രകാശൻ പറയുന്നു. ഈ മേഖലയിൽ ഇപ്പോൾ പഴയ ആൾക്കാർ മാത്രമാണ് ഈ നിർമ്മാണ മേഖലയിൽ എന്നാൽ കല്ലിൻ്റെ വർക്ക് ചെങ്കലിൻ്റെ വർക്കിൽ ചെയ്യുന്നവർ കൂടുതലും ഒരു 45-50 വയസ്സിനോട് അടുത്ത ആൾക്കാരാണ് കൂടുതൽ. എന്നാൽ പുതിയ ആൾക്കാർ ഈ മേഖലയിൽ കടന്നു വരാത്തൊരു പ്രശ്നം നിലവിലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കല്ലിൻ്റെ വെയിറ്റ്, പിന്നെ ഈ വർക്കിൻ്റെ കുറച്ച് റിസ്ക്കൊക്കെ കാര്യങ്ങളുണ്ട്. ക്ഷമ മാത്രമല്ല, പിന്നെ കുറച്ചും കൂടി റിസ്ക്കാണ്, അധ്വാനം കൂടുതലൊരു വർക്കാണ്. പുതിയ ചെറുപ്പക്കാരൊന്നും ഈ മേഖലയിലേക്ക് വരാത്ത ഒരു പ്രശ്നം ഉണ്ട്. പിന്നെ ഒന്ന് ചെങ്കലിൻ്റെ ലഭ്യത കുറവും കുറച്ചൊക്കെ ഈ മേഖലനെ ബാധിക്കുന്നുണ്ട്. അപ്പം കുറച്ച് കല്ലൊക്കെ ഇപ്പം പുറം ജില്ലകളിലേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പം ഈ ശരിക്കും മലപ്പുറത്തിന് ഇപ്പുറം മാത്രമാണ് ചെങ്കലുള്ളത്. അപ്പം അത് പുറത്ത് ജില്ലകൾക്ക് പോകുന്ന സമയത്ത് നാട്ടിൽ കല്ല് കിട്ടാതെ പ്രശ്നം. ഇപ്പോൾ ഈ ഒരു സമയത്ത് കല്ല് കിട്ടാതെ പല മേഖലയിലും 2 സൈഡിലൊക്കെ വർക്ക് കുറച്ച് പെൻഡിങ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. വക്രാകൃതിയിലും ചതുരത്തിലും ചെങ്കല്ല് മുറിച്ചെടുത്ത് അവ ഡിസൈൻ ചെയ്ത് തൂണുകൾ ഒരുക്കുന്നതിന് സൂക്ഷ്മത ഏറെ വേണം. ഉത്തര കേരളത്തിലെ പ്രമുഖമായ 25ഓളം ക്ഷേത്രങ്ങളിലും തറവാടുകളിലും കെട്ടിലും മട്ടിലും പഴയകാല പ്രൗഢി പേറുന്ന കമാനങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ പ്രകാശൻ നടത്തിയിട്ടുണ്ട്. ചെങ്കല്ലിൽ ഒരു തൂണൊരുക്കാൻ ചുരുങ്ങിയത് 4 ദിവസം വേണം. 3 സഹായികൾ എപ്പോഴും കൂടെയുണ്ട്. ഫൈൻ ആർട്സ് സംബന്ധിച്ച കോഴ്സുകൾ പഠിക്കാതെ തൊഴിലിടത്തിലെ പരിചയസമ്പത്തിന്റെ പിൻബലത്തിലാണ് ചെങ്കല്ലിൽ മനോഹരങ്ങളായ നിർമ്മിതികൾ തീർക്കുവാൻ പ്രകാശന് സാധിക്കുന്നത്. ചെങ്കല്ലുകൾ ഡിസൈൻ ചെയ്തുള്ള കമനീയമായ നിർമ്മാണങ്ങൾ ഒരുക്കുന്നതിൽ പ്രകാശന് 1/4 നൂറ്റാണ്ട് കാലത്തെ പരിചയമുണ്ട്. കയ്യുളിയും മഴുവും ഉപയോഗിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ചെങ്കൽ മേഖലയിലേക്ക് പ്രകാശൻ കടന്നു വന്നത്. ഇപ്പോൾ ഉത്തര കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും പ്രകാശന്റെ കരവിരുത് പ്രകടമായി കാണാം. കാസർഗോഡ് ചീമേനിയിൽ നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.